ഹലോ, റിതം ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പി കൊണ്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഡോനറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ ഡോനറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ടൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ. അതൊരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഡോനറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വലിയ മധുരം ഉണ്ടാവില്ല കേട്ടോ. ചെറിയൊരു മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ ബ്രെഡിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു മധുരം ഡോനറ്റിൽ ഉണ്ടാവുള്ളൂ. അതിലും കുറച്ചുകൂടി കൂടുതൽ മധുരം വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു പൊടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വിസ്ക് തന്നെ വേണമെന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഓവർ ചൂടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് കൈ പൊള്ളാത്ത ടൈപ്പുള്ള ചൂടുവെള്ളമാണ് വേണ്ടത് നമുക്ക്. ഇനി ഞാൻ ആ വെള്ളത്തിലോട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ആക്റ്റീവ് ആവാൻ വെച്ചതിന് ശേഷം മാത്രമാണ് അതിലോട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ നേരെ പൊടിയിലോട്ട് ചേർക്കാതെ ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുള്ളതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അത് ആക്റ്റീവ് ആവുന്നില്ല എന്ന് ഉറപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. നന്നായിട്ട് മിക്സ് ആക്കണം. അതിനുശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഒന്ന് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഈ ഒരു മിക്സ് ആക്കി വെച്ചിട്ടുള്ള പൊടിയിലോട്ട് ഒരു 2 കോഴിമുട്ട ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് നമ്മൾ പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെയാണ്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ആക്കി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ വെച്ചതൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. അപ്പോൾ ഈ ഒരു വെള്ളം മാത്രം നമുക്ക് മതിയാവില്ല കേട്ടോ, കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും. അപ്പോൾ അതിന് വെള്ളത്തിന് പകരം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യം അനുസരിച്ച് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണേ. അപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ കയ്യിലൊട്ടുന്ന പരുവത്തിലാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു 40 ഗ്രാം ബട്ടറാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. ബട്ടർ എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്ത് നല്ല ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുട്ടി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കയ്യിലൊന്ന് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ദാ ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തെയും ക്ലൈമറ്റിനനുസരിച്ച് അതിൽ ചേഞ്ച് വരാം. കാരണം നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. നല്ല തണുത്ത ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മാവിൻ്റെ ഒരു ഡബിൾ സൈസ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളിവിടെ 2 മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഇതാ ഇതുപോലെ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മളെ കൗണ്ടർ ടോപ്പിലോട്ടൊന്ന് മാറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ടാണ് നമ്മുടെ ഈ ഒരു മാവ് മാറ്റാൻ പോകുന്നത്. ഇനി ഇവിടോട്ട് മാറ്റിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കണേ. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് നീട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഞാനിതിനെ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് ഡോനട്ട് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈക്വലായിട്ടുള്ള ബോളാക്കിയിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ. ബോളാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഔട്ടർ സൈഡിൽ മടക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ മടക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡോനട്ട് റെഡി ആക്കിയതിന് ശേഷം നമ്മളത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പം ആ ഒരു മടക്കുള്ള ഭാഗം നമ്മളിങ്ങോട്ട് വിണ്ടുപോകും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മടക്കില്ലാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാം ബോളാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക്
നടുക്ക് ഇതുപോലെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പൊടിയൊന്നും ആക്കിയതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ ഹോളൊന്ന് വലുതായി കിട്ടും. അങ്ങനെ ഹോൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് പീസസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ടോപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും കുപ്പിയുടെയൊക്കെ അടപ്പ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇത് മുഴുവനാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് എല്ലാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. വേഗം തന്നെ റെഡി ആവും കേട്ടോ. ഒരു സൈഡ് റെഡി ആയതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡും കൂടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിവിടെ ചോക്ലേറ്റ് ഗനാഷിലാണ് കേട്ടോ ഇത് ഡിപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിലരിത് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് ശേഷം അത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പക്ഷേ അതിനുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു കോട്ടിങ് അങ്ങോട്ട് പൊടിഞ്ഞു പോവുകയാണ് ചെയ്യുക. നേരെ മറിച്ച് ഗനാഷ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടെ ഈ ഒരു ഡോനറ്റിൻ്റെ കൂടെ കിട്ടും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഗനാഷിൽ മുക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് സെയിലിന് കൊടുക്കുന്നതൊന്നുമല്ല. അപ്പോൾ നമ്മൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മളിത് ഗനാഷിലാണ് ഡിപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പഞ്ചസാര പൊടിച്ചതിന് ശേഷം അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്താലും നല്ല ഭംഗിയാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഗനാഷ് മുക്കിയെടുത്തതിന് ശേഷം അതിന് മുകളിൽ കൂടെ ചെറുതായിട്ട് മിൽക്ക് മെയ്ഡ് വെച്ചിട്ടൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ഡോനറ്റ്. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഒന്നിന് 35 രൂപ വെച്ചിട്ടൊക്കെ ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.